പടച്ചറത്ത് പരിശുദ്ധ ദുൽഹിജ്ജയുടെ ദിവസങ്ങളെ മാനിച്ച് നാം ചെയ്ത അമലുകൾ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആളുകളാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ പലരും ഓരോരുത്തരുടെ കഴിവനുസരിച്ചുള്ള ഉദ്ഹിയ്യത്ത് കർമ്മങ്ങൾ നിർവഹിച്ചവരാണ്. അതിനുള്ള തക്കതായ പ്രതിഫലം എന്താണോ അത് കണക്കാക്കിയ ഹൈറായ പ്രതിഫലം അത് മുഴുവൻ ഓരോ ആളുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കണം. റമദാൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു പ്രതീക്ഷയായിരുന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ ഞങ്ങളെ വൈദ്യുതി ചെയ്യാതെ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അമലുകൾ ആ അമലുകൾക്കുള്ള പ്രതിഫലം ഒരുപോലെ ആയിരിക്കുക. നല്ല യൗവനം യുവത്വത്തിൽ ഒരാൾ അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമലിന്റെ പ്രതിഫലം, വാർദ്ധക്യത്തിൽ അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും ഒരുപോലെ. യുവത്വത്തിൽ ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലം കൂടുതലാണ്. പക്ഷെ യുവത്വത്തിൽ ആളുകൾ അമൽ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നില്ല എന്നതാണ് വസ്തുത. അത്രയും വലിയൊരു പ്രതിഫലം ഉള്ളതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആരാധനയിലായി വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ 4 അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞു? ഒരു ഷാബിനെ, ഒരു യുവാവിനെ, ഒരു യങ്മൻ, നല്ല ശരീരത്തിൽ നിന്ന് പിന്നെ തിളക്കവും അതുപോലെ രക്തത്തിൽ നിന്ന് ഊർജവുമുള്ള ഒരു കാലമാണ്. ചിലപ്പോ പറഞ്ഞ അടിക്കുപിടി, ആ തല്ലിന് തിരിച്ചടിക്കും, അങ്ങനത്തെ കാലമാണ്. എന്ത് ചെയ്യാനും ഒരു കോർത്തുള്ള സമയമാണ്. ആ സമയത്ത് ഒരാൾ ഇബാദത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, പ്രതിഫലം വേണ്ടി പ്രായാകുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ പ്രായമായ പിന്നെ മനുഷ്യന് നമുക്ക് എല്ലാവരും തോന്നൽ വരുന്നുണ്ട്, ആടിയത് നനച്ച് കഴിയുന്നില്ല, പിന്നെ ഏതായാലും അങ്ങോട്ട് പോകാനായി കുറച്ചെന്നൊക്കെ ആക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു മാങ്ങ പഴുത്ത മാങ്ങന്റെ പച്ച പോയിട്ടത് ഒരു യെല്ലോ കളർ വന്നാൽ, മഞ്ഞ കളർ വന്നാൽ മാങ്ങക്കന്നെ തിരിഞ്ഞ് എന്റെ കഴിഞ്ഞ് കാരണം നിറം ചേഞ്ചായി. പച്ച മാങ്ങാകുമ്പോ മാങ്ങക്കന്നെ ഒരു കഴിഞ്ഞാണ്, നല്ല ഇങ്ങനെ പുഷ്ടിനാണ് കൊണ്ട് മാങ്ങക്കന്നെ ഇപ്പങ്ങനെ തൊട്ട നഷ്ടാണ് ആളുകൾക്ക്. ഇപ്പന്നെ പഠിച്ചാൽ എന്നെ കൊയ്തെടുത്താൽ ആളുകൾക്ക് നഷ്ടാണ് എന്ന് മാങ്ങക്ക് അറിയാം. എന്തായാലും മാങ്ങന്റെ യുവത്വം അല്ലെങ്കിൽ അങ്ങനെയുണ്ട്. നമ്മളൊരു തെങ്ങ് നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു തെങ്ങ് വളർത്തിയാൽ ആ തെങ്ങ് തേങ്ങ സമയത്താണ് അതിന്റെ യുവത്വത്തിനാണ്. വയസ്സായാൽ പിന്നെ അതിങ്ങനെ ഉടനായി നിന്നാൽ ഞമ്മന്റെ ഇതിങ്ങനെ പുത്ര പോയിട്ട് ഒരു തേങ്ങ ഇങ്ങനെ വടനാട്ടിൽ പൊയ്ക്കാൻ നമുക്ക് തോന്നും. എല്ലാവരെയാണ് ഒരു മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും അതിന്റെ ഫലം തരേണ്ട കാലം ആ മരത്തിന്റെ യുവത്വം. എന്നാൽ അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അമലുകൾ വർദ്ധിപ്പിക്കേണ്ട സമയം, നന്ദി അല്ലാഹുവിലേക്ക് രേഖപ്പെടുത്തേണ്ട സമയം നമ്മുടെ യുവത്വം. പ്രയാസപ്പെട്ട് ആര് എന്ത് ചെയ്താലും അമൽ അതിന്റെ പ്രതിഫലം കൂടുതലാണ്. നമ്മളെ പഠിക്കണ്ട വരുമ്പോ ഭയങ്കര പ്രയാസമാണ്, അല്ലെ? ഭയങ്കര അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇപ്പോ ഈ ഒരു റൗണ്ട് അടിച്ച് കൂലി കൂടുതലാണ്. പ്രയാസപ്പെട്ട് ചെയ്യുമ്പോൾ അമൽ കൂടുതലാണ്, അതിന്റെ പ്രഭാവം കൂടുതലാണ്. സുബഹിസ്കാരത്തിന് എന്തുകൊണ്ട് പ്രതിഫലം കൂടുതലായി? പ്രയാസങ്ങൾ കൊണ്ടാണ്. വർക്കിന് എണിച്ചൊരു പ്രയാസം പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് സുബഹിന്റെ ജമാഅത്തിന് മറ്റുള്ള ജമാഅത്തിനേക്കാൾ കൂലി പ്രതിഫലം കൂടുതലാണ്. നമുക്ക് എത്ര പ്രയാസം, നല്ല മഴയുടെ സമയം, നല്ല മഴന്റെ സമയം, ആ മഴന്റെ സമയത്താണ് ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മഴ അല്ലാത്ത സമയത്ത് വന്ന ആ കൂലിയല്ല മഴന്റെ സമയത്ത് വന്നാൽ കിട്ടാം, തണുപ്പിന്റെ സമയത്ത് വന്നാൽ കിട്ടാം. എന്താ പ്രയാസം അനുഭവിച്ചു വരുന്നത്? ഇപ്പൊ ഇക്കൊല്ലം ഹജ്ജിന് ഒരാൾ പോയി, അൽഹംദുലില്ലാ കുറെ യുവാക്കളാണ് ഈ പ്രാവശ്യം ഹജ്ജിന് പോയി. ഭയങ്കര യുവാക്കളാണ്. ശരിയാണ്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വഹിക്കാനാണെന്ന് പറയുന്ന ആൾ പോകുന്നു. പോയിട്ട് വന്നിട്ട് ബോധ്യമുണ്ടോ എന്തൊരു നാട് എനിക്ക് പോകണം, ഇടയ്ക്ക് വന്ന് ഇതൊക്കെ പോകുമ്പോൾ ആയി വന്നിട്ട് തീർന്നു. ഇപ്പൊ നല്ല യുവാക്കൾ ഇങ്ങനെ പ്രായമുള്ള ആളുകൾ പോയി വന്നാൽ, വയസ്സായ ഉപ്പ പോയി വന്നാലിലെത്തിയ മക്കളോട് പറയും, മക്കളെ ഇപ്പല്ല പോകേണ്ടത്, നിങ്ങളുടെ പ്രായത്തിലാണ് പോകേണ്ടത്. ഹജ്ജിന് പോകേണ്ടത് ഇപ്പല്ല, ഹജ്ജിന് പോകേണ്ടത് ഈ സമയത്തല്ല, നിങ്ങളുടെ പ്രായത്തിൽ പോകണം മക്കള്. എന്ത് ക്ഷീണാണ്, നടക്കാൻ കഴിയുന്നില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നല്ല നടത്താണ്, ഒരേ നടത്താണ്. അവര് ബാക്കി ഇവാദത്ത് കുറവാണ്. ആളുകൾ പോയിട്ട് ഇരിക്കാനില്ല. എന്നിട്ട് പിന്നെ നമ്മളെ വകയായിട്ട് അവർ ഒരാൾ പോയിട്ട് ഇരുന്നിട്ടാണ് അറബിൽ കണ്ടു വാങ്ങിയാൽ പ്രശ്നമല്ല, മുസ്ലിം പേര് വാങ്ങിയാൽ പ്രശ്നമല്ല. അത് അങ്ങനെ തന്നെ വേറെ പണിയില്ല. ഇതിനൊരു പണി നടക്കണം.
ആ നടക്കണമെങ്കിലും എന്താണോ ആരോഗ്യമോ ആദ്യമൊക്കെ വേണം. അപ്പൊ ഉമ്മമാരും മുട്ടുമാരും വന്നിട്ട് പറയുന്ന നോക്കേണ്ട മക്കളെ നിങ്ങളുടെ പ്രായത്തിൽ പോകണം. നിങ്ങളുടെ പ്രായത്തിൽ പോയാൽ അവിടുത്തെ അമലൊക്കെയും നല്ല നാളത്തോടെ ചെയ്തു വരാൻ പറ്റുന്ന അതാണ് യുവത്വം പറഞ്ഞ അമലിന് വേണ്ടി നമ്മുടെ ആയുസ് ചെലവഴിക്കേണ്ട സമയം. മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് കാണാം. എന്താ? തർക്കു ഹറാമിൻ വാഹിദിൻ ഖൈറുൻ മിൻ അൽഫി ഹജ്ജിൻ വ ഉംറ. മഹാനായ ഷഅറാനി ഇമാം പറഞ്ഞ എന്താ? ഒരു ഹറാമ് ഒഴിവാക്കുക എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്യാതിരിക്കും. ഒരാളെ ഹറാമ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ പറഞ്ഞ് നമ്മളത് വെടിയുകയാണ്. വെടിഞ്ഞാൽ അതിന് പ്രതിഫലം അറിയോ? അതിന് പ്രതിഫലം എത്രയാണ്? മഹാനായ ഷഅറാനി തങ്ങൾ പറഞ്ഞു, 1000 ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും 1000 ഉംറ ചെയ്യുന്നതിനേക്കാളും നിനക്ക് വലിയ ഖൈർ കിട്ടുന്നത് ആ ഒരു ഹറാം ഒഴിവാക്കുകയാണ്. ആ ഒരു ഹറാം ഒഴിവാക്കുമ്പോഴാണ് അത്ര പ്രതിഫലമുണ്ട്. 1000 ഹജ്ജിനേക്കാളും ഉംറനേക്കാളും വലിയ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു പ്രവർത്തനം ഒരു ചെറുപ്പക്കാരൻ ഒഴിവാക്കിയാലോ? ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് ആകർഷിക്കുന്ന സമയം. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു 17-കാരൻ ഒരു 18-കാരൻ മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ മക്കൾക്കൊക്കെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകുന്നു. അല്ലെ, ഒരു 18 വയസ്സാകുമ്പോൾ മരിച്ചുപോയാൽ പിന്നെ ആ മനുഷ്യനിക്ക് അള്ളാന്റെ അടുത്ത് കണക്ക് കൊടുക്കാനുള്ള 3 കൊല്ലത്തിന് കണക്കാണ്. 15 വയസ്സിൽ പ്രായപൂർത്തിയായാൽ ഒരു 3 കൊല്ലത്തിന്റെ കണക്ക് അള്ളാഹിനോട് കൊടുക്കേണ്ടി വരും. എന്നാൽ ഇക്കാലത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവരുടെ 3 കൊല്ലത്തിന് കണക്ക് എന്തായിരിക്കും? അള്ളാന്റെ അടുത്ത് എക്സാമ്പിൾ പറയാം. എന്തായിരിക്കും? അള്ളാന്റെ അടുത്ത് വരുമോ? എന്ത് ചെയ്തോ? 3 കൊല്ലം കഴിഞ്ഞിട്ട് 15 കഴിഞ്ഞിട്ട് 18 3 കൊല്ലമായിട്ട് ഈ ഇടയിൽ എന്ത് ചെയ്തു? ഓരോ എന്തുണ്ടാവും? ഞാൻ ഖുർആൻ ഓതി എന്ന് പറയാൻ വല്ലതുണ്ടോ? വിക്രജന്യ എന്ന് പറയാൻ വല്ലതുണ്ടോ? വലിയ ജമാഅത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ വല്ലതും ഒരു അക്കൗണ്ടിലുണ്ടോ? ഇല്ല. നോക്കിയിട്ട് പറയും, പക്ഷേ ഞാനൊരു ചുരുങ്ങിയത് ഒരു 10 ലക്ഷത്തിൽ ജില്ലാന ഷോർട്ട് വീഡിയോ നോക്കിയിട്ടുണ്ടെന്ന് പറയാനുണ്ടോ? 3 കൊല്ലത്തിൽ ഒരു 10 ലക്ഷത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. കാരണം നമ്മുടെ മക്കൾ ഓരോ ദിവസത്തിൽ നോക്കി തീർക്കുന്നത് അത്തരം അനാവശ്യങ്ങളായ വീഡിയോകളാണ്, ഷോർട്ട് വീഡിയോ ആണ്. അതുപോലെയുള്ള വീഡിയോസുകളാണ് വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും വരുന്ന വീഡിയോകൾ. എന്താണ് എന്ന് പറയും? ഞാൻ 1 ലക്ഷം വീഡിയോ നോക്കിയിട്ടുണ്ട്. ഖുർആൻ എന്തെങ്കിലുണ്ടോ? ഒന്നുമില്ല, 0. ഖുർആൻ മദ്രസയിൽ പഠിച്ചു വെച്ചതാണ്. റമദാൻ വരുമ്പോൾ കുറച്ച് ഉന്മേഷമായി. റമദാന്റെ 20-ാമത് മടക്കി വെച്ചു. നമ്മുടെ അവസ്ഥ ഇതാണ്. നമ്മുടെ അവസ്ഥ. എന്നാലും ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, ഗൾഫോനിയാക്കിട്ട് 4 കൊല്ലമായി. ഇതിനിടയിൽ ഞാനൊരു സന്തോഷത്തോടു കൂടി പറയാം, ഇതിനിടയിൽ ഞാനൊരു 60 തീർക്കുന്നു. ഭയങ്കര സന്തോഷം. പക്ഷെ ഈ ഒരു അവസരം നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് ഇല്ലാത്തതാണ്. പുതിയ തലമുറയ്ക്ക് അതില്ല. നന്മ ചെയ്യാനുള്ള ആവേശമില്ല. വിവാഹത്തിന് വേണ്ടി കടന്നു വരാനുള്ള ആവേശമില്ല. എത്ര ആളുകളുണ്ട് ഇവിടെ പള്ളിയിൽ? ഒക്കെ നടന്നു വന്നവരോ, പ്രായമുള്ള ആളുകൾ നടന്നിട്ട് ഇങ്ങനെ വരാം. എല്ലാ ചെറുപ്പക്കാരെയും വണ്ടിയില്ലാത്ത ഒറ്റ ചെറുപ്പക്കാരെ, സ്കൂട്ടിയുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാ സമയത്താണ്. എന്നാലോ പള്ളിക്കില്ല, വിവാഹത്തിനില്ല. സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തു, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മുടെ എപ്പോഴും ഓരോരുത്തരും ചെയ്യുന്ന ആളിന്റെ പ്രതിഫലം തുല്യായിരിക്കൂല, വിലവിധിയ പ്രതിഫലം. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളെയും പള്ളിയുമായി ബന്ധപ്പെടുന്ന, പള്ളിയെ സ്നേഹിക്കുന്ന, പള്ളിയിൽ നടക്കുന്ന ആരാധനാ കർമ്മങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടു നടക്കുന്ന യുവാക്കളായി ആക്കി തരണമാണ്. നമ്മുടെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ പലതും ചെയ്തവരാണ്, പല കുറ്റങ്ങളും. കാരണം തിന്നാനില്ലാത്തവരും ആരായിരുന്നു? വിശപ്പിന്റെ കാലായിരുന്നു. ഇന്ന് നമ്മുടെ മക്കളെയല്ല, തിന്നാൻ കൊടുത്താലും തിന്നാത്ത കാലാണ്. വന്ന് തിന്നാനില്ലാത്ത കാലാണ്. ഞാൻ ഓർക്കാണ്, ചെറുപ്പകാലത്ത് ആളുകൾ പിടിയിൽ പോയിട്ട് പഴം തിന്നിട്ട് അതിന്റെ തോല് വലിച്ചു കഴിഞ്ഞാൽ ആ തോല് തിന്നതുപോലെ നമുക്ക് ഓർമ്മ. അത്രയും വിശപ്പിന്റെ ഒരു കാലം. കുറെ കുറച്ച് മുമ്പാണ്. ഇങ്ങനെ കാലമായി സൗകര്യങ്ങൾ കൂടി എല്ലാം ഉണ്ടായിട്ട് പോലും എന്നെ ഓർക്കാത്ത, നിനക്ക് നന്ദി ചെയ്യാത്ത ഒരു കാലത്തിലാണ് നാം തിരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ റഹ്മത്തുകൊണ്ട് ഞങ്ങൾ ചെയ്ത നന്ദികളുടെ മുഴുവനും ഞങ്ങൾക്ക്, നമ്മുടെ നാട്ടിലുള്ള യുവാക്കളും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മുഖ്യനാഥകൾക്കും നീ പൊറുക്കണേ. നിന്നെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മെ നീ കബൂലാക്കണേ. നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ കൽവിന്റെ ആ രൂപത്തിലുള്ള ഒരു മാറ്റം നീ ഉണ്ടാക്കി തരണേ. പേടിക്കപ്പെടുന്ന പകർച്ചവ്യാധി രോഗം കൊണ്ട് നമ്മുടെ പരിസര നാടുകളും വലിയ പ്രയാസത്തിലാണ്. നീ സലാമത്ത് നൽകണേ. രോഗങ്ങൾ മുഴുവൻ നീ മാറ്റണേ. ശുഭയാക്കണേ. നല്ല ഒരു അന്തരീക്ഷം പേടിയില്ലാതെ പടച്ചവനെ നിന്റെ വണ്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാക്കി തരണേ.
ഇതിന്റെ പേരിൽ ഇനിയും 2 ദിവസം മദ്രസക്കുള്ള അവധി നീട്ടി. കാരണം ഒരുപാട് മക്കൾക്ക് ആ രോഗമുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പകർന്നു പോകുമെന്ന വേണ്ടിയാണ്. പ്രചോദന നീ സലാമത്ത് നൽകണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. വബാവും വരാവും വലിയതും ശിദ്ധത്തും എല്ലാം എന്റെ അവരുകൊണ്ട് നമ്മുടെ നാടിൽ നിന്ന് പരിസര നാടുകളിൽ നിന്ന് നീക്കം ചെയ്യണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എല്ലാ നമ്മുടെ കുടുംബങ്ങൾക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹജ്ജിന് വേണ്ടി പോയ ഹാജിമാർ പലരും തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. അവരുടെ യാത്ര നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവിടെ നിന്നെയും മുമ്പളയുമായി അതുപോലെയുള്ള കർമ്മങ്ങളുമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഹാജിമാർ അവർക്ക് നീ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്, നിലനിർത്തണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മറ്റും ഒരുപാട് ആളുകൾ മരിച്ചുപോയുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ നമ്മുടെ ഈ നാടിന്റെ തലയുടെ ഒരുപാട് പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളും അല്ലാത്തവരും പലരും ഇന്ന് ഖബറിലാണ്. ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരാൾ നല്ല ദിവസത്തിൽ നല്ല സന്തോഷത്തോടെ എന്നിലേക്ക് കടന്നു വന്നു. പടച്ചോനെ ആരൊക്കെ മരിച്ചുപോയോ അവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകുന്നോ, റഹ്മത്ത് നൽകുന്നോ, ഖബർ വെളിച്ചമാക്കുന്നോ, ഖബർ വിശാലമാക്കുന്നോ. അതുപോലെയുള്ള നല്ല നല്ല ദിവസം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ ലോകത്തേക്ക് കടന്നു വരാൻ ഞങ്ങൾക്കും നാം ചെയ്യുന്ന അമൽ കാരണമായി തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ مولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على